ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. വീണ്ടും ഒരിക്കൽ കൂടി ആ കൂട്ടായ്മയെക്കുറിച്ചുള്ള അല്ലെങ്കിൽ യേശുവിൻ്റെ വിഷനെ കുറിച്ചുള്ള ആ ചിന്തകളിലേക്ക് നമുക്ക് വീണ്ടും കടന്നു വരാം. കഴിഞ്ഞ പ്രാവശ്യം നിർത്തിയെടുത്തുനിന്ന് വീണ്ടും നമ്മൾ തുടങ്ങുന്നതാണ്. യേശുവിൻ്റെ ആ ഒരു ദർശനം അല്ലെങ്കിൽ യേശു ദർശനം എന്ന് നമ്മൾ പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ യേശുവിൻ്റെ ആ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ്, യേശുവിൻ്റെ വിഷൻ സ്റ്റേറ്റ്മെൻറ്റ് യേശു അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് ദാറ്റ് ദേ മേ ഓൾ ബി വൺ. മലങ്കരയുടെ ഒരു ഹൃദയ തുടിപ്പാണ് ആ സ്റ്റേറ്റ്മെൻറ്റ്. പക്ഷെ മലങ്കരയുടേതായ ഒരു ആധ്യാത്മികത വളർച്ചയിലേക്ക് ഇപ്പോൾ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്നൊക്കെ പറയുമ്പോൾ അതിനൊക്കെ റെസൊനേറ്റ് ചെയ്യുന്ന, ഒന്നിച്ച് സ്പന്ദിക്കുന്ന ആ ഒരു വിഷൻ എന്താണ്? അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന്. എന്തിനാ കൃപ നിറയുന്ന കുടുംബങ്ങൾ വരണേ? അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന്. എന്തിനാ സുവിശേഷ സംഘങ്ങളിലെ കൈവപ്പ് പ്രാർത്ഥനയിലൂടെ പിന്നെ ഒരു 1.5 കൊല്ലത്തോളം പല മീറ്റിങ്ങുകളിലൂടെയൊക്കെ എന്താ അവർ ഉദ്ദേശിക്കുന്നത്? ദാറ്റ് ദേ മേ ഓൾ ബി വൺ. അവരിലൂടെ, അവർ മാത്രമല്ല, അവരിലൂടെ അവരുടെ കുടുംബങ്ങൾ, അവരുടെ ചുറ്റുപാടുകൾ, അവരെന്ന ആ ക്രിസ്തു ശിഷ്യൻ്റെ ഭാവങ്ങളിലൂടെ അതെല്ലാത്തിനെയും ഒന്നിപ്പിക്കുന്ന ഒരു ഭാവമാകും. അപ്പോഴല്ലേ അത് എവാഞ്ചലിക്കലാകുന്നത്, സുവിശേഷാത്മകമാകുന്നത്. അത് കേട്ടാൽ തന്നെ അത് ഒരു നല്ല വിശേഷമാണ്, സുവിശേഷമാണത്. അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന്. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും ചിന്തിക്കുന്നത് എല്ലാം, എസ്പെഷ്യലി മലങ്കരയ്ക്ക് അത് ഞാൻ പറഞ്ഞു അവരുടെ ഹൃദയ സ്പന്ദനമാണെന്ന്. ഒരു മിസിയോളജി പൊന്തി വരുന്നത്, ഒരു സ്പിരിച്വാലിറ്റി വരുന്നത്, അതിൻ്റെ ആ ഒരു മലങ്കരയൻ സീറോ മലങ്കര കാത്തലിക് ചർച്ചിൻ്റെ ഒരു നുവാൻസ് എന്തായിരിക്കും? എല്ലാ സഭകൾക്കും ഉണ്ട് ഒരു കാരിസം എന്ന് പറയുന്നത്. ഈ കാരിസത്തിൻ്റെ താഴെ കിടക്കുന്ന ഒരു ഹൃദയസ്പന്ദനമാണ് അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന്. ഇറ്റ്സ് എ ഹ്യൂജ് റീച്ച്. അത് എക്കോളജിക്കലി, പരിസ്ഥിതി സംബന്ധമായിട്ട്, ഒരു ദൈവവും മനുഷ്യനുമായിട്ടുള്ളത്, വിശുദ്ധിയും മനുഷ്യത്വവും തമ്മിലുള്ളത്. നമ്മളൊക്കെ ഈ ലോകത്തിൽ ആയിരിക്കുന്നത് ഈ ഒന്നിപ്പിൻ്റെ അല്ലെങ്കിൽ ഈ വിഷൻ്റെ ഏജൻറ്റുകളായിട്ടാണ്. അപ്പോൾ വിഘടിപ്പിക്കുക, വിഭാജനത്തിനൊക്കെ കാരണമാകുക എന്ന് പറയുന്നത് ദൈവ തിരുമനസ്സിൻ്റെ പുറത്ത് നിൽക്കുന്ന ഒരു കർമ്മമാണ്. വെരി ഡേഞ്ചറസ് ഏരിയാസ് ദാറ്റ് കുറച്ച് കഴിയുമ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്ന് ചിന്തിക്കാം. ഇപ്പോൾ ഈ ദാറ്റ് ദേ മേ ഓൾ ബി വൺ എന്ന് പറയുന്ന യേശുവിൻ്റെ ആ ഒരു വിഷൻ ഉണ്ടല്ലോ, അതെങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? പുനരൈക്യത്തിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന്, അല്ലെങ്കിൽ രക്ഷാകരമായ തിരുത്തൽ എന്ന ആധ്യാത്മയാത്രയിൽ നിന്ന്. എന്നാൽ മാത്രമല്ലേ നമുക്ക് തിരുത്താൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ കുടുംബത്തിൽ കൂട്ടായ്മയുണ്ടോ, അല്ലെങ്കിൽ ഞാൻ ഒരു യേശുവിൻ്റെ ഈ സ്വപ്നത്തിൻ്റെ അല്ലെങ്കിൽ ഈ കാഴ്ചപ്പാടിൻ്റെ വാർത്താവാഹകനാണോ, മിഷണറി ആണോ എന്നൊക്കെ എങ്ങനെ അറിയാം? നമ്മൾക്ക് അതിനെ പൊട്ടിച്ചു നോക്കണം. അപ്പോൾ നമ്മൾ അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് എന്ന് പറയുന്ന ആ സെൻറ്റൻസിലൂടെ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഉള്ളിലേക്കാണ് നമ്മൾ പിന്നെ കയറാൻ പോകുന്നത്. പിന്നീട് വരുന്ന എല്ലാ ചിന്തകളും പരിശുദ്ധ തൃത്വം എങ്ങനെയാണോ ഒന്നായിരിക്കുന്നത് അതുപോലെ പിതാവേ അവരെല്ലാവരും ഒന്നായിരിക്കട്ടെ, അല്ലേ? അവരെല്ലാവരും 17:21 അവരെല്ലാവരും ഒന്നായിരിക്കാൻ വേണ്ടി പിതാവേ അങ്ങ് എന്നിലും ഞാൻ അങ്ങയിലും ആയിരിക്കുന്നത് പോലെ അവരും നമ്മിലായിരിക്കുന്നതിനും അങ്ങനെ അവിടുന്ന് എന്നെ അയച്ചുവെന്ന് ലോകം അറിയുന്നതിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മൾ ത്രൈക്യാത്മകത എന്ന് പറയും, അല്ലെങ്കിൽ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഉള്ളിലേക്ക് അഞ്ഞ് കടന്നു ചെല്ലണേ. പലപ്പോഴും നമ്മൾ പരിശുദ്ധ തൃത്വം വലിയ രഹസ്യമാണ്, നമുക്കതൊന്നും മനസ്സിലാവില്ല എന്ന് പറയും. അഗസ്തീനിയൻ തിങ്കിങ് എടുത്തിട്ട് പറയും സമുദ്രത്തിൻ്റെ വെള്ളത്തെ മുഴുവനും കക്കയിലെടുത്തിട്ട് ഒഴിക്കാൻ പറ്റുമോ? അയ്യോ, നമുക്ക് പരിശുദ്ധ തൃത്വത്തെ മനസ്സിലാക്കാൻ പറ്റില്ല. അതങ്ങനെ പറയരുത് ഒരിക്കലും. കാരണം ദൈവം വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. നമുക്ക് മനസ്സിലാവാത്ത ഒന്നും ദൈവം വെളിപ്പെടുത്തിയിട്ടില്ല.
നമ്മുടെ കാറ്റഗിസം ഓഫ് ദി കാത്തലിക് ചർച്ച് എന്ന് പറഞ്ഞ പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങളിൽ അങ്ങനെ പറയും, ഇഫ് ഗോഡ് ഹാസ് റിവീൽഡ് then man has the capability to understand. നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടി അല്ലെങ്കിൽ നമ്മളുടെ നന്മ ഉള്ള ജീവിതത്തിന് വേണ്ടി ആവശ്യമായിട്ടുള്ളത് മാത്രമേ ദൈവം വെളിപ്പെടുത്തിയിട്ടുള്ളൂ. അപ്പോൾ ദൈവം പരിശുദ്ധ തൃത്വമാണെന്ന് പറഞ്ഞ് വെളിപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മളതൊരു വലിയ സാധനമായിട്ട് കാണാൻ തുടങ്ങുമ്പോഴാണ് പ്രോബ്ലം. നമ്മുടെ ജീവിതത്തിനെ കൂട്ടിച്ചേർത്ത് വായിക്കണം. കാരണം ദൈവം പറയുന്നത്, യേശു പറയുന്നത്, പിതാവേ ഞാനും നീയും പരിശുദ്ധാത്മാവും ഒക്കെ ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നായിരിക്കേണ്ടതിന്. അപ്പോൾ കുർബാനയിലൂടെ അല്ലെങ്കിൽ യാമപ്രാർത്ഥനകളിലൂടെ ആഴത്തിലുള്ള ധ്യാനത്തിലൂടെ സന്യാസത്തിൻ്റെ ആ സ്ഫുടം ചെയ്ത മനസ്സിലൂടെ ഈ വലിയ പിതാവ് അല്ലെങ്കിൽ നമ്മുടെ ഇവാനിയോസ് പിതാവ് ഈ പവിത്ര ത്രൈക്യത്തിൻ്റെ ഹൃദയസ്പന്ദനങ്ങളെ മനസ്സിലാക്കാൻ കഴിവുള്ള ഒരു സന്യാസവരനായിട്ട് വളരാൻ തുടങ്ങി. പിന്നീട് അദ്ദേഹം അത് തൻ്റെ സമൂഹത്തിന് വേണ്ടിയാണ് എന്ന് പറയുമ്പോൾ അതെല്ലാതും ആ സമൂഹത്തിൽ പ്രതിഫലിക്കാൻ തുടങ്ങി. സോ ദാറ്റ് ദേ മേ ഓൾ ബി വൺ എന്ന് പറയുന്നത് പിതാവിലും അങ്ങനെ നിറഞ്ഞ് തുളുമ്പി ആ മലങ്കര സഭ പോലെ അത് ഇങ്ങനെ വളരാൻ തുടങ്ങി. പക്ഷെ ഞാൻ ഒരിക്കലും അത് മലങ്കര സഭയോട് മാത്രം പറഞ്ഞതായിട്ടോ അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ വന്ന ആ സ്പന്ദനങ്ങൾ, പരിശുദ്ധ തൃത്വത്തിനൊപ്പം വന്ന ആ ഹൃദയ തുടിപ്പുകൾ, അത് ദൈവത്തിൻ്റെ സ്വരമായിട്ട് കാണണം. അത് സഭയുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്തപ്പോൾ ഇതിനൊക്കെ എങ്ങനെ ശുദ്ധീകരിക്കാം, ഇതിനൊക്കെ ദൈവത്തെ അറിയാനുള്ള സോപാനങ്ങളാക്കി മാറ്റാം എന്ന് പറയുന്ന ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ നിങ്ങളുടെയും എൻ്റെയും ഒക്കെ ആധ്യാത്മിക സംഘർഷത്തിൻ്റെ ഉത്തരമായിട്ടാണ് ഇവാനിയോസ് പിതാവിലൂടെ അതെല്ലാം നമ്മുടെ അടുത്തേക്ക് കടന്നു വരുന്നത്. അപ്പോൾ ഈ ഒന്നിപ്പിനെ പിതാവ് കാണുന്നത് എക്സാക്ട്ലി ഞാൻ പറയുന്നത് പോലെ ഒന്നും എഴുതിയിട്ടില്ല. പക്ഷെ പിതാവിൻ്റെ പ്രവർത്തന രീതികളും പിതാവ് പരിശുദ്ധ തൃത്വത്തെ കാണുന്ന തലങ്ങളും പിന്നീട് മലങ്കര സഭയെ അദ്ദേഹം ഒന്നിച്ചു കൊണ്ടുവരുന്ന രീതികൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് മനസ്സിലാക്കാം പിതാവ് എങ്ങനെയാണ് ഈ അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലാക്കുന്നത്. അതിന് ഞാനൊരു ഇന്ത്യൻ വാക്കുകൾ വെച്ച് കുറച്ച് ഇന്ത്യൻ വാക്കുകളൊക്കെ അറിഞ്ഞാൽ അത് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ ഭാഷയിൽ എസ്പെഷ്യലി സാൻസ്ക്രിറ്റ് ബേസ്ഡ് ഇന്ത്യൻ ലാംഗ്വേജിൽ ഒരു ഞങ്ങൾ എന്ന് പറയുന്ന ഒരു അർത്ഥം കിട്ടണമെന്ന് വിചാരിക്കുക. ഒരു കാര്യത്തിന് ഞങ്ങൾ എന്ന് പറയുന്ന ഒരു അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ ഒരു വാക്കിൻ്റെ മുമ്പിൽ സം എന്ന് ചേർക്കും. ഓക്കെ. അപ്പോൾ ഇപ്പം മേള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ഇങ്ങനെ വന്ന് ചന്ത കൂടുന്നതിന് മേള എന്ന് പറയും. പക്ഷെ നമ്മളത് സമ്മേളനം എന്നിട്ട് നോക്കിയേ, ആ മേളയുടെ മുമ്പിൽ അതൊരു ഫീലിംഗ് ആണ്. കുറേ ആൾക്കാർ ഒരു പർട്ടിക്കുലർ കാര്യം എടുത്ത് വന്നിട്ട് അവരെല്ലാവരും ഒന്നായിരിക്കുന്ന ഒരവസ്ഥയാണത്. അതൊരു സമ്മേളനം എന്ന് പറയും. അതുപോലെ ഏത് വാക്കുകളുടെ മുമ്പിലും ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നിപ്പിൻ്റെ അർത്ഥം കിട്ടും. ഓക്കെ. ഇപ്പം രക്ഷ, ഇപ്പോൾ ഒരാൾ രക്ഷിക്കുന്നു, സംരക്ഷണം എന്ന് പറഞ്ഞാൽ അത് ടുഗെദറാണ്. രണ്ട് പാർട്ടിക്കും അതിൽ ഈ പാർട്ട്ണർഷിപ്പ് ഉണ്ട്. അത് ഒരാൾ മാത്രം ഒരാളെ അല്ല, ഇത് സംരക്ഷണമാണ്. അല്ലെങ്കിൽ അതുപോലെ സമ്മോഹനം, സംചരണം, ഈവൻ സംഭോഗം. ഇറ്റ് ഈസ് നോട്ട് ഒരാളെ മറ്റൊരാളെ അപ്പമാക്കുന്ന, ഇറ്റ് ഈസ് ടുഗെദർ. ഇറ്റ്സ് നോട്ട് എ സിമ്പിൾ കൺസ്യൂമറിസ്റ്റിക് തിങ്കിങ്. പക്ഷേ അത് ഒന്നിച്ചാണ്. അതിൽ ഒരു റെസ്പോൺസിബിലിറ്റികളുണ്ട്. ഓക്കെ. അപ്പോൾ വാക്കുകൾ അങ്ങനെ ഒത്തിരി വാക്കുകൾ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ചേർത്തിട്ട് ആ ഫീലിംഗ് വരുന്നത്. അതിനെതിരെ ഒറ്റയ്ക്ക് എന്നുള്ള അർത്ഥം കിട്ടണമെങ്കിൽ നമ്മൾ ഭാഷയിൽ പ്രതി എന്ന് ചേർക്കും. അപ്പോൾ പ്രതിദിനം, പ്രതിവർഷം, പ്രത്യേകം എന്നുള്ള തരത്തിൽ അങ്ങനെ വാക്കുകളുടെ മുമ്പിൽ പ്രതി എന്ന് ചേർക്കും. ഓക്കെ. ഇനി ഈ രണ്ട് കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഈ ഒന്നായിരിക്കേണ്ടതിന് അല്ലെങ്കിൽ ഈ ഒന്നിപ്പ് എന്ന് പറയുന്ന സാധനത്തിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പറ്റും. അല്ലെങ്കിൽ ഈ പരിശുദ്ധ തൃത്വത്തിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഈ സാധനം നടക്കുന്നത്, അവരെങ്ങനെയാണ് ഒന്നായിരിക്കേണ്ടതെന്ന് നമുക്ക് സിമ്പിളായിട്ട് ഉള്ളിലേക്ക് പോയി കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ സിമ്പിൾ സ്റ്റാർട്ട് ചെയ്യുക. ഇങ്ങനെ ജസ്റ്റ്
ജസ്റ്റ് ധ്യാനിക്കാൻ തുടങ്ങാം. സിമ്പിളായിട്ട് നമ്മൾ ഒന്നിച്ചു വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? അപ്പം തന്നെ അടിയും ബഹളം ഉണ്ടാക്കും, അല്ലെങ്കിൽ കയ്യിൽ ആസിഡ് കുപ്പിയും കൊണ്ടുവരും. അതാണോ? നമ്മളിപ്പോൾ ഒരു കുടുംബത്ത് അല്ലെങ്കിൽ സിമ്പിളായിട്ട് ചിന്തിക്കണേ, ഇപ്പോൾ വീട്ടിലെ ആൾക്കാരൊക്കെ വന്നു, ഇപ്പോൾ ഓണത്തിൻ്റെ കാലങ്ങളൊക്കെ, സോ ഈ ജസ്റ്റ് കം ടുഗെദർ ആൻഡ് ഹൗ ഡു യു ഡു? നമ്മൾ വർത്തമാനം പറയാൻ തുടങ്ങും. നിനക്ക് സുഖമായിരുന്നോ? അവിടെ എങ്ങനെയുണ്ട്? അയ്യോ നീ തടിച്ചല്ലോ? അങ്ങനെ സിമ്പിൾ കാര്യങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ വർത്തമാനം പറയാൻ തുടങ്ങും. ആ വർത്തമാനം പറയുന്നതിൻ്റെ രീതി എങ്ങനെയാണ്? ചോദ്യങ്ങൾ ചോദിക്കും, ഉത്തരങ്ങൾ വരും. ചോദ്യം ചോദിക്കാതെയും പറയും. ഓക്കെ, അങ്ങനെ ചോദ്യങ്ങൾ ഉത്തരങ്ങൾ അങ്ങനെയാണ് പോകും. അപ്പോൾ ഇപ്പോൾ ഒരു ചോദ്യം പറയുന്നു, അതിൻ്റെ ഉത്തരമാണ് പറയണമെങ്കിൽ ഇറ്റ് വിൽ ബിക്കം വാദപ്രതിവാദ എന്ന് പറയും. വാദം പ്രതിവാദം, അങ്ങനെ വാദിക്കുക. ഒരു ചോദ്യം പറഞ്ഞാൽ അതിന് ഉത്തരം കൊടുത്തുതന്നെ വാദപ്രതിവാദം എന്ന് പറയും. അത് ഒറ്റയ്ക്ക് നടക്കുന്നതാ, കോർട്ടിലാണ് അത് നടക്കുക. വാദപ്രതിവാദങ്ങൾ നടക്കും. ഒത്തിരി ചോദ്യങ്ങൾ ചോദിക്കും, അതിനൊക്കെ ഉത്തരങ്ങൾ കിട്ടും. പക്ഷേ ഈ വാദപ്രതിവാദത്തിൻ്റെ അവസാനത്തിൽ ഒരു വ്യക്തിയെ മറ്റു വ്യക്തിയിൽ നിന്ന് മാറ്റി നിർത്തും. അവിടെ പുനരയിക്കില്ല, അവിടെ യൂണിറ്റി ഈസ് ഡിസ്ട്രോയിഡ്. വാദപ്രതിവാദത്തിൻ്റെ അവസാനത്തിൽ വൺ ഈസ് കൺവിക്റ്റഡ് ആൻഡ് ഈസ് ഔട്ട്. വാദപ്രതിവാദം അതല്ല ആവശ്യം, വാദപ്രതിവാദമല്ല ആവശ്യം. വാട്ട് ഈസ് നീഡഡ് ഈസ് സംവാദം. സംവാദം എന്ന് പറയും, ഒരുമിച്ച് സംസാരിക്കുക, സംവാദിക്കുക എന്ന് പറയും. അതിന് ഡയലോഗ് എന്ന് പറയും ഇംഗ്ലീഷിന്. വാദപ്രതിവാദമല്ല, സംവാദം. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അനന്തമായ രീതിയിൽ റാഡിക്കലായിട്ട് പരസ്പരം സംവാദിക്കുന്നവരാണ്. പിതാവിൻ്റെ കാര്യങ്ങളൊക്കെ പുത്രനറിയാം, പുത്രൻ്റെ ഒക്കെ പരിശുദ്ധാത്മാവിനറിയാം, പരിശുദ്ധാത്മാവിൻ്റെ ഒക്കെ പിതാവിനറിയാം. അപ്പോൾ യേശു പറയും, ഞാനീ പറയുന്നതൊക്കെ എൻ്റെ പിതാവിൽ നിന്ന് ഞാൻ കേട്ടതാണ്. യേശു അവരുടെ ഉള്ളിൽ ഹൃദയം തുറന്ന സംവാദമുണ്ട്. ആ സംവാദം അതിൻ്റെ ഹയസ്റ്റ് ഡിഗ്രിയിൽ എത്തുമ്പോഴാണ് അവർ ഒന്നായിരിക്കുന്നത്. എന്നാണോ നമ്മുടെ സംവാദങ്ങൾ അവസാനിക്കുന്നത്, വാദപ്രതിവാദങ്ങൾ കയറി വരുന്നത്, ഈ യേശുവിൻ്റെ ഈ ദിവ്യ മനസ്സ് അല്ലെങ്കിൽ തിരുമനസ്സിനെ നമ്മൾ ഡിസ്ട്രോയ് ചെയ്യുക. ദാറ്റ്സ് എ വെരി ഡേഞ്ചറസ് തിങ്. അപ്പം നിങ്ങൾ മനസ്സിലാക്കണം, ദൈവത്തിൻ്റെ ചിന്തകൾക്കുള്ളിൽ സംവാദമുണ്ട്. നിങ്ങൾ പറയും യേശുവിൻ്റെ ചിന്തയുടെ ഉള്ളിൽ, അല്ലെങ്കിൽ ദൈവം എങ്ങനെ ചിന്തിക്കുന്നു, പരിശുദ്ധത്വം എങ്ങനെ ചിന്തിക്കുന്നു, അത് സംവാദനപരമായ ഒരു അസ്തിത്വമാണെന്ന് പറയാം. ഡയലോഗ്. അത് എന്ന് അവസാനിപ്പിക്കുന്നോ, സൂക്ഷ്മമായ രീതിയിൽ പൈശാചിക ശക്തികൾ നമ്മളിലേക്ക് കടന്നു കയറി. അപ്പോൾ നിങ്ങളിപ്പോൾ പറയണേ അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന്, നിങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ, അല്ലെങ്കിൽ ഇടവക അച്ഛനും അസിസ്റ്റൻ്റ് അച്ഛനും തമ്മിൽ, നിങ്ങൾ എന്ത് തരം വേണേലും ചിന്തിച്ചോ, യു ടെൻഡ് ടു ആർഗ്യൂ, വാദപ്രതിവാദം. ദെൻ സൂക്ഷ്മമായ രീതിയിൽ നെഗറ്റീവ് എനർജി ആസ് എൻറ്റേർഡ്. സമ്പാദിക്കാനുള്ള ആത്മാവ് ഇല്ലാതെ വരുമ്പോൾ യു ആർ ഡിസ്ട്രോയിഡ് ഇറ്റ്. അതല്ല. അപ്പോൾ സംവാദത്തിൻ്റെ ആത്മാവിനെ കിട്ടണം. അപ്പോൾ അവസാനത്തെ ഇതെടുത്ത് നമ്മൾ വിമുഖത കാണിച്ചു പോകുന്നത് വായിഷുടായി വാദപ്രതിവാദത്തിലേക്ക് കയറി വരും. എന്നിട്ട് ആ വാദമുഖങ്ങളെ മൂന്നാമൻ്റെ മുമ്പിൽ നിരത്തി വെച്ചിട്ട് നമ്മൾ തീരുമാനിക്കാതെ അവനോട് പറയും, യു ഡിസൈഡ് ഫോർ മീ. അപ്പോൾ ഈ രണ്ട് ഗ്രൂപ്പ് എങ്ങനെ ഒന്നിക്കണേ? മൂന്നാമൻ അപ്പോൾ അവനോട് പറയും, നീ അങ്ങോട്ട് പോടാന്ന് പറഞ്ഞ് അവിടെ ലോ ആൻഡ് ഓർഡർ കെപ്റ്റ്. അവിടെ സംവാദങ്ങൾ നഷ്ടപ്പെട്ടു പോയി. യേശു അങ്ങനെയല്ലായിരുന്നു. അപ്പോൾ യേശു സ്വപ്നം കാണുന്നത് ഈ ലോകത്തിലേക്ക് നോക്കിയിട്ട് പറയും, അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് ഈ ഡ്രീംസ് ദാറ്റ് ദേ മേ സിറ്റ് ആൻഡ് ചാറ്റ്. എന്നിട്ട് താൻ മരിക്കാൻ പോകുന്നതിന് മുമ്പ് തൻ്റെ ശിഷ്യന്മാരെ വിളിച്ചിട്ട് ചുറ്റും ഇരുത്തിയിട്ട് അവരായിട്ടൊരു സംവാദമാണ്. യോഹന്നാന്റെ പുസ്തകത്തിലെ 13-ാം അധ്യായത്തിൽ തുടങ്ങുന്ന സംവാദം 18-ാം അധ്യായം വരെ അങ്ങനെ കിടക്കും. ഒറ്റയ്ക്ക് ഇരുന്ന് ഇങ്ങനെ പറയാണ്, ഒരുമിച്ചിരുന്ന് തൻ്റെ ഉള്ളിലുള്ളതൊക്കെ ഇങ്ങനെ പറയും. എന്നിട്ട് 15-ാം അധ്യായത്തിലെ 16-ാം വാക്യമൊക്കെ ആവുമ്പോൾ ശിഷ്യന്മാരോട് പറയും, ഇനി ഞാൻ നിങ്ങളെ ദാസരെന്ന് വിളിക്കുകയില്ല, ഞാൻ നിങ്ങളെ സ്നേഹിതരെന്ന് വിളിക്കും. യുനോ വൈ? കാരണം ഞാൻ എൻ്റെ പിതാവിൽ നിന്ന് അറിഞ്ഞതൊക്കെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നു. ദാറ്റ് ഈസ് സംവാദം. അത് നമ്മളെ ദാസത്വത്തിൽ നിന്നും മാറ്റിക്കളയും. അത് നമ്മളെ സ്നേഹിതരാക്കും. അത് നമ്മളെ ഒന്നിപ്പിക്കും, സൗഹൃദങ്ങളെ സൃഷ്ടിക്കും.
അപ്പൊ സഭയിലായിക്കോട്ടെ, കുടുംബങ്ങളിലായിക്കോട്ടെ, വ്യക്തി ജീവിതങ്ങളിലായിക്കോട്ടെ, സംവാദത്തിന്റെ ആത്മാവ് നഷ്ടപ്പെടുമ്പോൾ ഇറ്റ്സ് വെരി ഡേഞ്ചർ. പിതാവായിരുന്ന ആ സമൂഹത്തിന്റെ ചുറ്റുവട്ടങ്ങളില് സംവാദം നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. പിതാവ് അവരെല്ലാവരുമായിട്ട് സംവാദിക്കാൻ ആഗ്രഹിച്ചു. പിന്നീട് സംവാദത്തിന്റെ ബ്യൂട്ടിയിൽ അദ്ദേഹം പോപ്പായിട്ട് സംവാദിക്കാൻ തുടങ്ങും, കത്തോലിക്ക സഭയായിട്ട് സംവാദിക്കാൻ തുടങ്ങും. അന്നുണ്ടായിരുന്ന ഒത്തിരി ജനങ്ങളായിട്ട് അദ്ദേഹം സംവാദിക്കാൻ തുടങ്ങും. ഇഫ് യു കുഡ് ഹാവ് യൂസ്ഡ് ടു ക്രൂക്കഡ്നെസ്, അല്ലെങ്കിൽ ആൾക്ക് ഇതിലും കൂടുതൽ ആൾക്കാരെ കൊണ്ടുവരാമായിരുന്നു. പക്ഷെ then he started entering into a സംവാദ. വാദപ്രതിവാദങ്ങളിലേക്ക് കടക്കാൻ ആഗ്രഹിച്ചില്ല. He says we need to stop that. വാദപ്രതിവാദങ്ങളുടെ കഥ അന്ന് മെനസിസിന്റെ ഉദയംപേരൂർ സുനകദോസി എന്ന് തുടങ്ങിയതാണ്. വാദങ്ങളും പ്രതിവാദങ്ങളും. പിതാവ് പറയും we need to stop that. നമുക്ക് സംവാദിക്കാം. പിന്നീട് ആ സിനഡിന്റെ ഉള്ളിൽ നമുക്ക് പുനരൈക്യപ്പെടാം എന്ന് പറയുമ്പോൾ അവര് പിതാവിനെ ഏൽപ്പിച്ചു എന്നാ പറയണേ സംവാദിക്കാനായിട്ട്. അപ്പൊ ആ സംവാദങ്ങളുടെ ആരംഭത്തിലൊക്കെ റഹമനിയ പാത്രിയാർക്കിഷ് എന്ന് പറയുന്ന കത്തോലിക്ക സഭയുടെ തന്നെയുള്ള പെർഷ്യയിലുള്ള അവരായിട്ട് ജോയിൻ ചെയ്യാനായിട്ടാണ് പറയണേ. പിന്നീട് പറഞ്ഞോ നമുക്ക് റോമായിട്ട് സംവാദിക്കാം. ഇതിനോട് വാദപ്രതിവാദം സംവാദിക്കാം. എന്തിനാ സംവാദിക്കണേ? that we may all be one. നമുക്ക് ഒന്നിക്കാം. അതിലൊരു വലിയ ഷെയറിങ് ഉണ്ട്. സോ ഇഫ് യു സേ ദാറ്റ് നിങ്ങളുടെ ഉള്ളിൽ ആ പുനരൈക്യത്തിൻ്റെ അവസാന മിനിറ്റിലേക്ക് കടന്നു നിൽക്കുമ്പോൾ 38 വർഷം 50 വർഷം അല്ലെങ്കിൽ 380 വർഷം ബെത്സൈദ പൂളിൻ്റെ കുളത്തിൻ്റെ അടുത്ത് എനിക്ക് സുഖപ്പെടണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ആ സമ്പാദിക്കാൻ ഭയപ്പെടുന്നുണ്ടോ? വാദപ്രതിവാദങ്ങൾ കയറി നിൽക്കുന്നുണ്ടോ? യു ഷുഡ് ആസ്ക് ദെൻ അഗെയിൻ. നമ്മൾ വെറുതെ ഇങ്ങനെ വർത്താനം പറയാനാണോ വന്നിരിക്കണേ? നമ്മൾ കുറേ വർത്താനം പറയും, അടിച്ചു പൊളിക്കും, ചീട്ട് കളിച്ചു പോവും. അതല്ലല്ലോ. ഈ സംവാദങ്ങൾ നമ്മളെ ഒന്നിച്ച് ജോലി ചെയ്യിക്കുന്ന ഒരു ഗ്രൂപ്പാക്കണം, ഒരു ടീമാക്കണം. അതിൽ നീ വലിയ ഞാൻ വലിയ എന്നല്ല, വി ബിക്കം എ ടീം. നമ്മളൊരു സമൂഹമാകണം. അതിനെ നമ്മൾ പറയും സംയോഗി എന്ന് പറയും. യോഗ എന്ന് പറഞ്ഞിട്ട് യൂണൈറ്റ്, കർമ്മയോഗി എന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. കർമ്മയോഗി, അതുപോലെ സംയോഗി. നമ്മൾ ഒന്നിച്ചു നിൽക്കുന്നവരാണ്. വി ആർ പുട്ട് ടുഗെദർ. നമ്മുടെ വ്യക്തിത്വങ്ങളിൽ തന്നെ ഒരു സംയോഗ്യത കടന്നു വരും. ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സംയോഗികളാണ്, ആൻഡ് ഈക്വൽ മെമ്പേഴ്സ്, ബട്ട് ദ കം ടുഗെദർ. അതല്ല സംഭവിക്കുന്നതെങ്കിൽ എന്തുണ്ടാവും? നിങ്ങളെ പ്രതി ഇട്ടൊന്ന് നോക്കിയേക്കാൻ, ഇറ്റ് ബിക്കം പ്രതിയോഗി. ദി അതർ ബിക്കം പ്രതിയോഗി, ഒപ്പോണൻ്റായിട്ട് മാറും. അതിൽ നിന്ന് പ്രതിയോഗ്യത കടന്നു വരും. ദ കോമ്പീറ്റ്, ഒറ്റയ്ക്ക്. യു വാണ്ടഡ് ടു കോമ്പീറ്റ് വിത്ത് യുവർ ബ്രദർ. ഭാര്യയ്ക്ക് ഭർത്താവായിട്ട് കോമ്പീറ്റ് ചെയ്യണം, അച്ഛന്മാർക്ക് ബിഷപ്പായിട്ട് കോമ്പീറ്റ് ചെയ്യണം, സിസ്റ്ററിന് കോൺഗ്രിഗേഷനായിട്ട് കോമ്പീറ്റ് ചെയ്യണം. ദി അതർ, ഹൗ ഡു യു സീ ദി അതർ? അതർ ഈസ് എ പ്രതിയോഗി. അവനെ തോൽപ്പിക്കണോ? എന്ത് പ്രതിയോഗിയതിലാണ് നമ്മൾ കയറിയിരിക്കണേ? ഈ ലോകമായിട്ട് കോമ്പീറ്റ് ചെയ്യണോ? മണ്ണും മലകളും പുഴകളും മരങ്ങളും മൃഗങ്ങളൊക്കെ ആയിട്ട് കോമ്പീറ്റ് ചെയ്യണോ? അവരൊക്കെ നമ്മുടെ പ്രതിയോഗികളാ. സംവാദമില്ലാത്തത് കൊണ്ടാണ് അതൊക്കെ കടന്നു വന്നേ. അപ്പൊ ഈ ലോകത്തെ തന്നെ പ്രതിയോഗിയായിട്ട് കാണാൻ സംടൈംസ് ചാനൽ ചർച്ചകളൊക്കെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നു പ്രതിയോഗിതയുടെ ലോകങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നവർ. അരെ വി ആർ സെയിം ടീം. മനുഷ്യര്, നമ്മൾ ഈ ലോകത്തിലുള്ളവര്, നമുക്ക് ഡിഫറൻസസ് ഓഫ് ഒപ്പീനിയനുകൾ ഉണ്ടായിരിക്കാം. പക്ഷേ യു ആർ നോട്ട് മൈ ഒപ്പണന്റ്. നിന്നെ തോൽപ്പിച്ചത് കൊണ്ടോ നശിപ്പിച്ചത് കൊണ്ടോ വാട്ട് ഡു ഐ ഗെറ്റ്? അതല്ല ദൈവത്തിൻ്റെ ചിന്ത. ദൈവം പറയുന്നത് യു ക്യാൻ വർക്ക് ടുഗെദർ. അതിനാ മനുഷ്യനായി ഈ ലോകത്തിലേക്ക് വന്നേ, ടു ബിക്കം വൺ എമംഗ് us, നമ്മളുടെ കൂടെ സംയോഗിയാകാൻ. പിന്നീട് നമ്മുടെ വേദനയിലും ദുഃഖത്തിലും കഷ്ടപ്പാടുകളിലൊക്കെ പങ്കുകാരനായി തൻ്റെ പങ്കപ്പാടാൻ അവിടുന്ന് ഈ ലോകത്തെ വീണ്ടും രക്ഷിച്ചു. സോ ഈ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും they don't boast one another, but അവർ അമേസിങ് സംയോഗിയായിട്ട് മാറി. മൈ ഫ്രണ്ട്സ്, പുനരൈക്യത്തിൻ്റെ സ്പർശങ്ങളിൽ അവസാനം നിങ്ങൾ തൊടുന്നില്ലെങ്കിൽ കുടുംബത്ത് പ്രതിയോഗിതയുണ്ട്.
ദാമ്പത്യ ബന്ധങ്ങളിൽ പ്രതിയോഗിതയുണ്ട്, സന്യസ്തരുടെ ഇടയിൽ പ്രതിയോഗിതയുണ്ട്, അധികാരികളും ഒന്നിച്ചു നിൽക്കുന്നവരും തമ്മിൽ പ്രതിയോഗിതയുണ്ട്. പക്ഷെ പ്രതിയോഗിത നമ്മളുടെ ജീവിത രീതികളെ ആക്രമിക്കാൻ തുടങ്ങുമ്പോൾ അറിയണം, അത് പൈശാചികമായ ചിന്തകളാണ്. സൂക്ഷ്മ രൂപത്തില് പരിശുദ്ധ ത്രൈക്യത്തിൻ്റെ അല്ലെ പരിശുദ്ധ തൃത്വത്തിൻ്റെ ആത്മാവിനെ നശിപ്പിക്കുന്ന, അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് എന്ന് പറയുന്ന ഗുരുവിൻ്റെ സ്വപ്നത്തെ നശിപ്പിക്കുന്ന നെഗറ്റീവ് എനർജികളാണത്. അത് നമ്മളെ ഒരു പോയിന്റിൽ നിന്നിട്ട് പറയും ശരിയാവില്ല എന്ന് പറയും, ശരിയാവില്ല. അപ്പോൾ നിക്കോദമസ് സമ്പാദിക്കാൻ താല്പര്യപ്പെട്ടിരുന്നവനായിരുന്നു. പക്ഷെ നിക്കോദമസിനോട് പറയുകയാണ് ലെറ്റ് us join as a team. നിക്കോദമസ് തിരിച്ചു പോകും, നിക്കോദമസ് കൂടെ ചേരില്ല. അങ്ങനെ നമുക്ക് ഒത്തിരി ശിഷ്യന്മാരെ കാണാൻ കഴിയും. അവരോട് അവസാനം പറയും കം ലെറ്റ് us work together. പറ്റില്ല, എൻ്റെ സാമ്രാജ്യങ്ങൾ വേണം എനിക്ക് എന്ന് പറയും. അതിനായിട്ട് ഒത്തിരി ഒത്തിരി ചിന്തകളും മുടന്തൻ ന്യായങ്ങളും ഒക്കെ കൊണ്ടുവരാം. പക്ഷേ ഡു യു കൺസിഡർ യുവർ സിസ്റ്റർ, യുവർ ബ്രദർ, യുവർ മദർ, യുവർ ഫാദർ, യുവർ ചർച്ച് ആസ് എൻ എനിമി ടു യു? അങ്ങനെ പറ്റില്ല, അത് നിർത്തണം. അത് നിർത്തിയില്ലെങ്കിൽ വി ആർ നോട്ട് റെസൊനേറ്റിംഗ് വിത്ത് ദ തോട്ട്സ് ഓഫ് ഗോഡ്. നമ്മൾ ദൈവചിന്തകളിൽ നിന്നും ദൈവം ബൈബിളിലൂടെ അല്ലെങ്കിൽ വചനത്തിലൂടെ വെളിപ്പെടുത്തി തന്ന ദൈവിക ഭാവങ്ങൾക്ക് എതിരായിട്ട് നമ്മൾ പോകും. അത് നമ്മൾ നശിപ്പിക്കും. 1-2 ദിവസത്തെ മിസ്റ്റർ ഇന്ത്യ പോലെ നടക്കാൻ പറ്റും, അതിനുശേഷം നശിച്ചു പോകും ഉള്ളിൽ നിന്ന്. കാരണം യു ഡിഫീറ്റഡ് യുവർ ബ്രദർ, യുവർ മദർ, യുവർ ഹസ്ബൻഡ്, യുവർ വൈഫ് ആൻഡ് സോ ഓൺ. പിന്നീട് അവരോടുകൂടെ ഒന്നിച്ചിരുന്ന് നീ എന്ത് ചെയ്യുന്ന പറയണേ? പിതാവും പുത്രനും പരിശുദ്ധാത്മാവും അങ്ങനെയല്ലായിരുന്നു. ലെറ്റ്സ് ഗോ എ സ്റ്റെപ്പ് ഫോർവേഡ്. സംവാദവും സംയോഗ്യതയാണ് പുനരൈക്യത്തിൻ്റെ ആത്മാവിലേക്ക് നമ്മളെ കടത്തിക്കൊണ്ടുവരിക. വാദപ്രതിവാദവും പ്രതിയോഗിതയും അതിനെതിരെ നിൽക്കുന്നതാണ്. അന്നത്തെ പുത്തങ്കൂർ സമുദായത്തിൽ വാദപ്രതിവാദവും പ്രതിയോഗിതയും ഒത്തിരി കയറിക്കിടന്നിരുന്നു. ആൻഡ് ദ എമൗണ്ട് ഓഫ് കോർട്ട് കച്ചേരി വ്യവഹാരങ്ങൾ, വാദപ്രതിവാദത്തിൻ്റെ നൂലാമാലകൾ. ആ ഇസഡം പറേറ്റ് എന്ന് പറയുന്ന ചരിത്രകാരൻ്റെ പുസ്തകങ്ങൾ വായിച്ചതിന് വോളിയംസ് ഓഫ് വോളിയംസ് ഈ കോർട്ട് കച്ചേരികളിൽ നടന്നിട്ടുള്ള വാദപ്രതിവാദങ്ങൾ എന്തൊക്കെ എഴുതി കൂട്ടിയിരിക്കണേ. പക്ഷേ ഈ വാദപ്രതിവാദങ്ങൾക്കുള്ളിൽ കൈ കൊടുക്കാൻ കഴിയാത്തവര്, ഒത്തിരി ഒത്തിരി അകന്നു പോയവര്, അവസാനം അപരനെ പ്രതിയോഗിയായിട്ട് മാത്രം കാണാൻ ശ്രമിക്കുന്നവര്, ഇറ്റ് ബിഗിൻ ടു കോമ്പീറ്റ്. ആരായിട്ടാ കോമ്പീറ്റ് ചെയ്യുന്നേ? ആരായിട്ടാ തോൽപ്പിക്കണ്ടേ? സമ്പാദിക്കാൻ കഴിയാതെ സ്ഫോടനാത്മകമായ അവസ്ഥകൾ, പഴയ സെമിനാരിയുടെ അവസ്ഥകൾ എന്നൊക്കെ പറഞ്ഞ് എഴുതുന്നത് വാദപ്രതിവാദത്തിൻ്റെയും ഈ പ്രതിയോഗിതയുടെയും ഒക്കെ വലിയ കഥകൾ മാത്രമായിരുന്നു. പക്ഷെ അതിൻ്റെ ഉള്ളിൽ ഈ പിതാവ് വേറിട്ട് ചിന്തിക്കാൻ തുടങ്ങി, ദൈവികമായ ഭാവങ്ങളിൽ റെസൊനേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് പറയും വി നീഡ് ടു ടോക്ക്. നമുക്ക് സംസാരിക്കണം, നമുക്ക് തോൽപ്പിക്കരുത്, നമുക്ക് സംയോഗികളാകാം എന്ന് പറയും. ഇപ്പോൾ ഈ പിതാവ് അങ്ങനെ ഉള്ളിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് ചോദിക്കാം, വർത്താനം പറയലും പണിയെടുക്കലും മാത്രമല്ലല്ലോ. അങ്ങനെ നമ്മൾ സംവാദിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ ഒരുമിച്ച് ജോലി ചെയ്യാൻ തുടങ്ങിയാൽ എന്ത് വളരും നമ്മളിൽ? നമ്മുടെ ഇടയിൽ എന്ത് സംഭവിക്കും? നമ്മുടെ ഇടയിൽ നല്ല ബന്ധങ്ങൾ വരും. അതിനെയാണ് നമ്മൾ സംബന്ധം എന്ന് പറയാം. ബന്ധം ഇസ് എ ബോണ്ടേജ്, ബന്ധം, ബന്ധനം എന്ന് സംബന്ധം. അതാണ് നമ്മുടെ നാട്ടിലൊക്കെ, ഞങ്ങൾ തൃശ്ശൂർ സൈഡിലൊക്കെ അത് കൂടുതൽ പറയും. ഈ മാരേജ് അലയൻസിന് 2 പാർട്ടികൾ വരുമ്പോൾ അതിനെ സംബന്ധക്കാരൻ എന്ന് പറയും. അപ്പോൾ ഈ പെണ്ണുങ്ങളോട് ചോദിക്കും നിന്റെ സംബന്ധക്കാരനെ എവിടെയാണ്? സംബന്ധക്കാരനെ സംബന്ധി. ഇവൻ ഇന്ത്യയിൽ എല്ലായിടത്തും അങ്ങനെ പറയും, സൊമ്പന്തി. ഓടിയയിൽ പറയും എടമോർ സൊമ്പന്തി എന്ന് പറയും, സൊമ്പന്തി. ഇതൊരു സംബന്ധി എന്നുവെച്ചാൽ ഒരുമിച്ച് വർത്താനം പറഞ്ഞ് ഒരുമിച്ച് ഒരു ടീമാവാന്ന് പറയുമ്പോൾ അവർ തമ്മിൽ ഉടലെടുക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ റിലേഷൻ. അവരുടേതായ വ്യക്തിത്വങ്ങളെ ഒക്കെ നിർത്തിക്കൊണ്ട് തന്നെ ഇറ്റ് എൻറ്റേഴ്സ് ഇൻ ടു സംബന്ധ. അതൊരിക്കലും ബന്ധനമല്ല. മലങ്കര കാത്തലിക് ചർച്ചിൻ്റെ ആ ആവിർഭാവം അതൊരു സംബന്ധമായിരുന്നു. കത്തോലിക്ക സഭയായിട്ട്, അല്ലെങ്കിൽ ആ ഒരു 22 സഭകളുടെ ഉള്ളിൽ 23ാമത്തെ സഭയായിട്ട് ഒരു സംബന്ധം.
ആഫ്റ്റർ ടോക്കിംഗ് വണ്ടർഫുള്ളി ബിക്കമിങ് സംയോഗി അന്നെ സംബന്ധം പൊന്തി വരികയാണ്. എക്സ്റ്റൻഷൻസുകളല്ല അത്. വി വിൽ സീ ദാറ്റ് ലേറ്റർ വെൻ വി സ്പീക്ക് അബൌട്ട് ഫർദർ. അതിനെതിരെ നിന്നാൽ എന്തുണ്ടാവും? അത് പ്രതിബന്ധമായിട്ട് മാറും. എല്ലാത്തിനെയും ഒബ്സ്ട്രക്കുകളാക്കുന്ന, പാറ വയ്ക്കുന്ന പ്രതിബന്ധങ്ങളാകും. എല്ലാത്തിനും പ്രതിബന്ധങ്ങളാകും. പ്രതിബന്ധങ്ങളുടെ ഒരു കൂടാരമായി കഴിഞ്ഞിരുന്നു പുത്തൻകുർ സമുദായം പിതാവിൻ്റെ സമയത്ത്. പ്രതിബന്ധങ്ങൾ 4 ചുറ്റിലും വരാൻ തുടങ്ങി. ഇന്നും ഒരുപക്ഷെ പ്രതിബന്ധങ്ങളുടെ കഥകൾ മാത്രം പൊന്തി വരുന്ന ഒരവസ്ഥ വിശേഷമായിട്ട് മാറി. അവിടെ വാദപ്രതിവാദങ്ങളും പ്രതിയോഗിതയും പ്രതിബന്ധവും അതിൻ്റെ എല്ലാ ലെവലുകളിലും നിൽക്കാൻ തുടങ്ങുന്നു. ആൻഡ് യു ആർ ഡിഫീറ്റിംഗ് ഗോഡ്. ദൈവത്തിൻ്റെ ചിന്തകളെ, ദൈവത്തിൻ്റെ ഭാവങ്ങളെ അതൊക്കെ തോൽപ്പിക്കാൻ തുടങ്ങി. പക്ഷേ തൻ്റെ ആത്മാവിൻ്റെ ശുദ്ധിയാൽ ഈ ബി ഹോളി, ആ സായാം ഹോളി എന്ന് പറയുന്ന ആ യേശു ദൈവത്തിൻ്റെ ആ ആഹ്വാനത്തിൽ ആകൃഷ്ടനാകുന്ന പിതാവ് ഒരു പുതിയ രീതി സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. He began to dialogue. ആരുടെ അടുത്ത് ഇമ്പോസ് ചെയ്തില്ല. ഇപ്പം പലർക്കും പറയാം എന്തുകൊണ്ട് ഇപ്പം ആളൊരു കുടതന്ത്രങ്ങൾ നടത്തിയിരുന്ന AP would have been a diplomat. He would have achieved more than what you think. But what പിതാവ് ഇനീഷ്യേറ്റ് ചെയ്ത്, it was a healthy സംവാദം and a healthy സംയോജിത. അതിലൂടെ പൊന്തി വരുന്ന നിലനിൽക്കുന്ന ഒരു സംബന്ധം. ആ സംബന്ധം ഒരു അഡ്ജസ്റ്റ്മെൻ്റ് അല്ല, ഒരു കോൺട്രാക്റ്റ് അല്ല, പക്ഷേ ഒരു ദൈവഭാവത്തിലേക്ക് തന്മയിക്കപ്പെടുന്ന, ഒന്നിപ്പിക്കുന്ന ഒരു വലിയ രക്ഷാകരമായ തിരുത്തൽ ആയിട്ട് അത് വരും. പ്രാർത്ഥിച്ചു നോക്കുക. 3 കാര്യങ്ങൾ നേരത്തെ പറഞ്ഞിരുന്നു ദൈവത്തിൻ്റെ ഉള്ളിലുള്ള ചിന്തകളെന്ന്. അതിലൊരെണ്ണം അപരനെ സീക്രട്ടായിട്ട് കാണണം, അനുസരണ, ശുശ്രൂഷ. 3 കാര്യങ്ങൾ കൂടി ദൈവത്തിൻ്റെ ചിന്തകളിൽ നിന്ന് പുറത്തു വരും, അല്ലെങ്കിൽ ഇവാനിയൻ തിങ്കിങ്ങിൽ നിന്ന് പുറത്തു വരും. ദാറ്റ് ഈസ് ദൈവത്തിൻ്റെ മനസ്സിൽ സംവാദമുണ്ട്, ദൈവത്തിൻ്റെ ചിന്തകളിൽ ഈ ഒന്നിപ്പുണ്ട്. അതുകൊണ്ടാണ് ദൈവം പോലും ഈ ലോകത്തിലേക്ക് ഇറങ്ങി വരുന്നത്, മോസസിനോട് കൂടെ ജോലി ചെയ്യുന്നത്, ഇസ്രായേലിൻ്റെ കൂടെ നടക്കുന്നത്. ഈ വാണ്ടഡ് ടു ബിക്കം വൺ വിത്ത് ഇറ്റ്. ദെൻ കവനൻ്റൽ തിങ്കിങ്, അതിലൊരു സംബന്ധമുണ്ട്. അപ്പോൾ അത് എന്നാണോ നമ്മൾ ഡിഫീറ്റ് ചെയ്യണേ, നമ്മൾ പുനരൈക്യത്തിന് എതിരെ പോകും. പുനരൈക്യത്തിൻ്റെ ഫൈനൽ മൊമെൻറ്റിലേക്ക് കടക്കാനായിട്ട് നമുക്ക് കഴിയില്ല. ഒന്ന് പ്രാർത്ഥിച്ചു നോക്കുക. അറിയാതെ സൂക്ഷ്മമായ രീതിയിൽ വാദപ്രതിവാദങ്ങൾ കെടുക്കുന്നുണ്ടോ? നമ്മുടെ യൂത്തിൻ്റെ ഇടയിൽ പലപ്പോഴും ചാനൽ ചർച്ചകൾ സംവാദങ്ങളല്ല. ചാനൽ ചർച്ചകൾ ആർ സംടൈം ഇറ്റ്സ് വാദപ്രതിവാദങ്ങളാണ്. അതൊരിക്കലും സംയോഗ്യതയെ പോഷിപ്പിക്കുന്നില്ല, മറിച്ച് അത് പ്രതിയോഗ്യതയെ പോഷിപ്പിക്കുന്നു. അതിൻ്റെ അവസാനം പ്രതിബന്ധങ്ങളെ സൃഷ്ടിക്കുന്നു. പക്ഷെ വി നീഡ് അനദർ കൾച്ചർ. ഓക്കെ, അതാണ് പുനരൈക്യത്തിൻ്റെ വഴി. പക്ഷെ പുനരൈക്യത്തിൻ്റെ വഴി ഒരു സറണ്ടറിങ് അല്ല, ഒരു ഇറ്റ് എൻഡേഴ്സ് ഇൻ ടു എ മീനിങ് ഫുൾ ഡയലോഗ്. അതാ ദൈവം ചെയ്യുന്നത്. അപ്പോൾ ദൈവം കണ്ട സ്വപ്നം അവരെല്ലാവരും ഒന്നായിരിക്കേണ്ടതിന് എന്ന് പറയുമ്പോൾ പുത്രൻ തമ്പുരാൻ ഈ ലോകത്തിലേക്ക് വരികയും പിതാവിൽ നിന്ന് കേട്ടത് എല്ലാം നമ്മളോട് സമ്പാദിക്കുന്നതായിട്ട് വരും. പിന്നീട് ആളത് പുറത്തു നിന്ന് ചെയ്യാതെ നമ്മളിൽ ഒരുവനായിട്ട്, നമ്മളായിട്ടൊരു സംയോഗിയായിട്ട് വരും. ഗോഡ് നെവർ സീസ് അസ് ആസ് എൻ ഒപ്പോണന്റ്. ഈ ജോയിൻസ് മനുഷ്യനായിട്ട് നമ്മുടെ ഇടയിലേക്ക് വരും. പിന്നെ തൻ്റെ മരണത്താൽ ഒരു പുതിയ കവനന്റിനെ, അല്ലെങ്കിൽ ഒരു പുതിയ സംബന്ധത്തെ അദ്ദേഹം രൂപപ്പെടുത്തും. തൻ്റെ രക്തത്താൽ അതിനെ മുദ്ര വയ്ക്കും എന്നൊക്കെയാണ് നമ്മൾ അതിനെ തിയോളജിക്കലി പറയുക. പിന്നീട് യേശു പറയും, നിങ്ങൾ ഇനി പോയി ലോകം മുഴുവനും പ്രീച്ച് ചെയ്യുക. അല്ലേ, എന്താ സഭ ചെയ്യണ്ടേ? സഭ സമ്പാദിക്കണം. സഭ എല്ലാവരായിട്ട് ഒന്നിപ്പിൻ്റെ ആ ഒരു സംയോഗ്യതയെ പറയണം. ഈ ലോകത്തിൽ നല്ല സംബന്ധങ്ങളെ സൃഷ്ടിക്കണം. ഇവിടെ നിർത്തുകയാണ്. അടുത്ത പ്രഭാഷണത്തിൽ കണ്ടിന്യൂ ചെയ്യുന്നതായിരിക്കും. ആമേൻ.